ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇതെൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ വളകാപ്പ് ഫംഗ്ഷൻ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു. സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയ സമയത്തും ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ അച്ചുക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതിന് പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല. അതുപോലെ തന്നെ ആർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അന്ന് പ്രണവിൻ്റെ സപ്പോർട്ടും കാര്യമായ രീതിയിലൊന്നും പ്രണവും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പ്രണവാണെങ്കിലും ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ എന്നെ സഹായിച്ചതാണ് കേട്ടോ ഇത് നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ എഫേർട്ട് ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു. യൂഷ്വലി ഞാൻ തന്നെ എല്ലാത്തിനും മുൻകൈ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഐഡിയാസൊക്കെ കുറച്ചൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ കാര്യങ്ങളും ചെയ്തത് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു. ഓക്കെ, ഞങ്ങളുണ്ട്, കുഴപ്പമില്ല, നമുക്കിത് ചെയ്തേക്കാം എന്നെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇത് നടക്കാൻ കാരണമായത്. പിന്നെ എന്താ പറയുക, ദൈവാനുഗ്രഹവും ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കണമെന്ന് ദൈവവും വിചാരിച്ചതുപോലെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. പിന്നെ എനിക്ക് ഈ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് അറിയില്ല. ബിക്കോസ് ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ചടങ്ങുകൾ, വളകാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പ്രണവിൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിച്ച് അമ്മയോടും അച്ഛനോടും ചോദിച്ച സമയത്ത് അവരും പറഞ്ഞു അവിടെയൊന്നും ഇത് കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് അവർക്കും ഇതിനെ പറ്റിയിട്ട് എന്താ സംഭവം എന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ കുറച്ച് തമിഴിയൻ ഫ്രണ്ട്സിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അവർ നടത്തുന്ന രീതികളൊക്കെ അവരെനിക്ക് പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ പല ആൾക്കാരോട് സംസാരിച്ചപ്പം പല രീതിയിലുള്ള ചടങ്ങുകൾ പറഞ്ഞ് ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, രമ്യയോടും സൈദിനോടും. അപ്പോൾ രമ്യയ്ക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടി രമ്യ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അമ്മയോട് ചോദിക്കട്ടെ എന്ന്. അങ്ങനെ രമ്യയുടെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ക്ലിയറായിട്ട് ഉള്ള ഐഡിയ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തത് രമ്യയായിരുന്നു. അപ്പോൾ ഇതെന്താ ഈ ചടങ്ങെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് പറയുകയാണ്. ഈ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ഒക്കേഷനായിട്ടാണ് ഈ വളകാപ്പ് ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെയ്തത് 3 ബൗളെടുത്തു. അതിനകത്ത് ഒരു ബൗളിനകത്ത് എന്താ പറയുക, കളഭം വെള്ളത്തിൽ ചാലിച്ചു വെച്ചു. വേറൊരു ബൗളിനകത്ത് നമ്മൾ കുങ്കുമം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ചെറിയ ബൗളിനകത്ത് നമ്മൾ അക്ഷതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി എന്തൊക്കെയോ കൂട്ടി മിക്സ് ചെയ്തിട്ട് അരി അങ്ങനെ വെച്ചത് ഇങ്ങനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് ശരിക്കും ഉണ്ടാക്കിയത് നമ്മുടെ രമ്യയാണ്. അതുകൊണ്ട് എനിക്കറിയില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ പ്ലേറ്റിനകത്ത് നിറച്ച് കുപ്പിവളകൾ വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു പ്ലേറ്റിനകത്ത് പലഹാരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 8ാമത്തെ മാസമായിരുന്നതുകൊണ്ട് തന്നെ 8 കൂട്ടം പലഹാരങ്ങളാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ചടങ്ങ് പറഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ നിലവിളക്കൊക്കെ തെളിച്ചു. അതുപോലെ തന്നെ എല്ലാവരോടും പറഞ്ഞു പ്രാർത്ഥിച്ച് അമ്മയും കുഞ്ഞിനെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് രമ്യ പറഞ്ഞതനുസരിച്ച് നമ്മൾ കുങ്കുമം ഇട്ട് എൻ്റെ നെറ്റിയിൽ ഇട്ട് തരും വരുന്നവരെല്ലാം. പ്രണവ് ഫസ്റ്റ് തന്നെ നെറുകയിൽ എനിക്ക് കുങ്കുമം ഇട്ട് തന്നു. ബാക്കി എല്ലാവരും നമ്മൾ ഈ പൊട്ടിന് മേലെ കുങ്കുമം വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ കളഭം ചാലിച്ചതിനകത്ത് കൈ ഇങ്ങനെ മുക്കിയിട്ട് അവർ 2 കവിളിലും ചെയ്തു തന്നു. പിന്നെ അതിന് ശേഷം ഈ അക്ഷതം ഇട്ട് അനുഗ്രഹിച്ച് അമ്മയും കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെ സ്വീറ്റ്സ് വളയിട്ട് തന്നു. രണ്ട് വളയോ അല്ലെങ്കിൽ ഓരോ വള വെച്ചിട്ടോ അങ്ങനെ 2 കയ്യിലും ഇട്ട് തന്നു. അതിന് ശേഷമാണ് നമ്മൾ പലഹാരം വായിൽ വെച്ച് തന്ന് നമുക്ക് ചെറിയൊരു മധുരവും തന്നു. അതൊരു സന്തോഷ സൂചകമായിട്ട് മധുരവും തരുന്നു. അങ്ങനെ എല്ലാവരും ഈ ചടങ്ങ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഒരു സീക്വൻസ് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം, കൃത്യമായിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താ ആദ്യം ചെയ്യേണ്ടത്, എന്താണ് പിന്നെ ചെയ്യേണ്ടത് എന്നൊക്കെ.
അങ്ങനെ മനോഹരമായിട്ട് ഈ ചടങ്ങ് എല്ലാവരും കൂടി കൂടിയിട്ട് എനിക്ക് ചെയ്തു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങളും എന്താ പറയുക ഇഷ്ടങ്ങളും എല്ലാം ഈ സമയത്ത് നമുക്ക് നിറവേറ്റി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നോ പറയില്ല കേട്ടോ. നമ്മളെ ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഒരു വലിയ ആഗ്രഹം നടന്നു. നിങ്ങളൊക്കെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്നവരും പ്രത്യേകമായിട്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒരു കുഴപ്പവും ഇല്ലാതെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടക്കാനും. എനിക്ക് എല്ലാ പ്രാവശ്യവും ഡെലിവറി സമയത്ത് അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ല. ഡെലിവറിക്ക് ശേഷമാണ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഡെലിവറിക്ക് ശേഷം ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും അവിടെ ഇരിക്കുകയായിരുന്നു. എനിക്ക് നമ്മൾ ഏത് മതമാണെന്നുള്ളതിനേക്കഴിഞ്ഞും കൂടുതൽ എന്താ പറയുക, നമ്മളൊരു ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിൽ പ്രാർത്ഥിച്ച് ഞാൻ നന്നായിട്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫങ്ഷനെ എൻജോയ് ചെയ്തു. അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നും മമ്മിയും പപ്പയൊക്കെ ആണെങ്കിലും വിളിച്ചിട്ട് ഇത് അവർ കാണുകയൊക്കെ ചെയ്തു. എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കാരണം കൊണ്ടാണ് ഈ സംഭവം കറക്റ്റായിട്ട് എനിക്ക് നടക്കാൻ പറ്റിയത്. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് മിക്കിയും നമ്മുടെ കിച്ചും പ്രതീകും ഒക്കെ കൂടിയിട്ടാണ്. പിന്നെ കിച്ചുവാണ് എനിക്ക് കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് തരികയൊക്കെ ചെയ്തത്. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നാട്ടിലുള്ളതുപോലെ വലിയ ആഘോഷമായിട്ട് നടത്താനൊന്നും പറ്റിയില്ലെങ്കിലും ഈ ഫ്ലാറ്റിനുള്ളിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇത്രയൊക്കെ ചെയ്തു തന്ന് നമ്മുടെ കൂട്ടത്തിൽ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എല്ലാം എനിക്ക് കമൻ്റായിട്ട് ചെയ്യുക. എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ഈ വീഡിയോ കണ്ടതിന്. അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.